വ്യാപാര കരാർ കൊണ്ടുവന്നത്. ആ കരാറിന്റെ ഫലമായിട്ടാണ് അമേരിക്കക്ക് ഇന്ത്യൻ കമ്പോളമാകെ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി അതിനൊരു സാമ്പിളായിട്ടാണ് നിങ്ങൾ ഉത്പാദിപ്പിക്കേണ്ട എല്ലാ ഉത്പാദനവും അമേരിക്ക നടത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായ സ്ഥിതിയാണ് എന്ന് നമ്മൾ കാണണം. ഇന്ത്യയില് സാമ്രാജ്യത്വ താല്പര്യത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ടുള്ള നയം രാജ്യമാകെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റേതൊരു ഗവൺമെന്റിനും വ്യത്യസ്തമായി ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. യുദ്ധത്തിന് ചെലവായിട്ടുള്ള തുക കണ്ടെത്തുക എന്തൊരു ക്രൂരതയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം. ലോക കുറ്റവാളിയല്ലേ ഇസ്രായേൽ, അതിന്റെ കൂടെയല്ലേ അമേരിക്ക. നേരത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം തമ്മാടിത്തം രാജ്യത്ത് നടക്കുമോ, ലോകത്തിൽ നടക്കുമോ? ആ യുദ്ധ കുറ്റത്തിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ലോകത്തിന്റെ കമ്പോളത്തെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. എന്താ പാലസ്തീന്റെ പ്രശ്നം? പാലസ്തീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലർ പറയുന്നുണ്ട് ഞങ്ങള് ഇടതുപക്ഷക്കാര് പാലസ്തീൻ പ്രശ്നത്തില് നിലപാട് സ്വീകരിക്കുമ്പോൾ ചിലർ പറയും അത് പ്രീണനാണ്, മുസ്ലിം പ്രീണനാണ്. ഭൂലോക മണ്ഡലത്തിലല്ലോ. എന്താ പാലസ്തീൻ പ്രശ്നം? പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശവും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് പാലസ്തീൻ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നില്ല. ഹിറ്റ്ലറുടെയും മറ്റു നേതൃത്വത്തിൽ ജൂതന്മാർക്കെതിരായി വലിയ അക്രമം നടന്നല്ലോ. ആ ജൂതന്മാർക്കെതിരായി അക്രമം നടക്കുന്ന സമയത്ത് ജർമ്മനിയിൽ ഉൾപ്പെടെ ജൂതന്മാരെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പലായനം ചെയ്തു. പലായനം ചെയ്തതിന്റെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തും എത്തി. നമ്മുടെ രാജ്യത്ത് എത്തിയപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്, കൊച്ചിയിൽ ഒരു ജൂത കോളനി ഉണ്ട്. ഇങ്ങനെ രക്ഷപ്പെട്ട് പലായനം ചെയ്ത് വന്നവരാണ്. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ അവരെത്തി. അങ്ങനെ വിവിധ മേഖലകളിൽ എത്തിയപ്പോ അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു രാജ്യം, ഇങ്ങനെ ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ളവർക്ക് ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ